പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എക്സാം എഴുതുമ്പം ആദ്യ പേജുകളൊക്കെ നന്നായിട്ട് വൃത്തിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. പിന്നീട് അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളെ കൈയക്ഷരം നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അത്ര മോശം. കാരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം വരും. അതേപോലെ തന്നെ സ്ട്രെസ് നന്നായിട്ട് കൂടി വരും. ആങ്സൈറ്റി ലെവൽ നന്നായിട്ട് കൂടും. നമ്മൾ ചോദ്യങ്ങൾ കൂടുതൽ വായിക്കും തോറും നമുക്കറിയാത്ത ഉത്തരങ്ങളുടെ നമ്പർ കൂടുതലുണ്ടെന്ന് മനസ്സിലാവുകയും നമുക്ക് ടെൻഷൻ കൂടുകയും ചെയ്യും. ഈ ടെൻഷൻ കൂടുന്ന സമയത്ത് പ്രോസസ്സിംഗ് സ്പീഡ് കുറയും, കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ കുറയും. അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ ഡെക്സ്റ്റിരിറ്റി, ഫൈൻ മോട്ടോർ സ്പീഡ്, ഫൈൻ മോട്ടോർ കൺട്രോൾ ഇതൊക്കെ കുറയും. ഇത് കൂടാതെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കൈ ഇതേപോലത്തെ ഒരു പൊസിഷനിലാണ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ പൊസിഷനിൽ കുറേ നേരം വെക്കുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻസ് നന്നായിട്ട് കുറയും. ഫൈൻ മോട്ടോർ കൺട്രോളും ഫൈൻ മോട്ടോർ ഡെക്സ്റ്റിരിറ്റിയും സ്പീഡൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ ആളുടെ എഴുത്ത് മോശമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് കൈയൊന്ന് മാറ്റിയിട്ട് ഇതേപോലെ കൈയൊന്ന് ജസ്റ്റ് ഈ നാരങ്ങയൊക്കെ പിഴിയുന്നത് പോലെ ഒന്ന് പിഴിയുകയും അല്ലെങ്കിൽ കൈ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ സ്പീഡിൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് എഴുത്തിൻ്റെ സ്പീഡ് പരീക്ഷയെ റിസൾട്ടിനെ തീരുമാനിക്കുന്ന ഒരു ഘടകമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടത്.